സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകുന്ന നിയമം ജനുവരി 1-ന് പൂർണ്ണമായും പ്രാബല്യത്തിലാകും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നിയമം നടപ്പാക്കിയിരുന്നത്. തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. മലയാളി ഡ്രൈവർമാരടക്കം നിരവധി പേർക്ക് നിയമം ഗുണം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരിയുണ്ട്. മിഷാൽ, എങ്ങനെയാണ് ഇത് മലയാളികളടക്കമുള്ളവർക്ക് ഗുണകരമാകുന്നത് പുതിയ നിയമം? ജീന, സൗദിയിലെ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകണമെന്ന നിയമം പൂർണ്ണമായും രാജ്യത്ത് അടുത്ത വർഷത്തോടെ പ്രാബല്യത്തിലാകാൻ പോവുകയാണ്. നിലവിൽ ഘട്ടം ഘട്ടമായിട്ടാണ് രാജ്യത്ത് ഈ ഒരു നിയമം നടപ്പാക്കിയിട്ടുള്ളത്. ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ഘട്ടങ്ങളായി ഈ ഒരു നിയമം നടപ്പാക്കിയിട്ടുള്ളത്. അതായത് ഗാർഹിക ഉടമയുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു നിയമം നടപ്പിലാക്കിയിരുന്നു. അതിലെ ഒന്നാമത്തെ ഘട്ടം, പ്രാരംഭഘട്ടം നടപ്പാക്കിയത് കഴിഞ്ഞ വർഷം, അതായത് 2024 ജൂലൈ 1-നായിരുന്നു ആദ്യമായി ഇത് നടപ്പാക്കിയത്. അന്ന് സൗദിയിലേക്ക് പുതിയതായി വരുന്ന ഗാർഹിക തൊഴിലാളികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു പരീക്ഷണ ഘട്ടത്തിൽ ഈ ഒരു നിയമം നടപ്പാക്കിയത്. അതിനുശേഷം ഈ വർഷം ജനുവരി, അതോടൊപ്പം തന്നെ ജൂലൈ മാസങ്ങളിലും 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇതിൽ ജൂലൈ മാസത്തെ 3-ാം ഘട്ടത്തിൽ മൂന്നിലധികമോ ഗാർഹിക തൊഴിലാളികളുള്ള ഗാർഹിക ഉടമയെയും തൊഴിലാളികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ഒരു ഘട്ടം പൂർത്തിയാക്കിയത്. ഈ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു നിലവിലെ ഏറ്റവും അവസാനത്തെ ഘട്ടം പൂർത്തിയാക്കിയത്. ഇതിൽ 2 അതല്ലെങ്കിൽ 2-ലധികം തൊഴിലാളികളുള്ള ഉടമകളെയും തൊഴിലാളികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നിലവിൽ ഏറ്റവും അവസാനമായി പൂർത്തീകരിച്ച ഘട്ടം. ഇനി വരാനിരിക്കുന്നതാണ് അവസാനത്തെ ഘട്ടം. അത് ജനുവരി 1 അഥവാ 3 ദിവസങ്ങൾക്കപ്പുറമാണ് ഈ ഒരു ഘട്ടം നടപ്പാക്കുക. ഈ ഒരു ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്ത് ഈ നിയമം പൂർണ്ണമായും പ്രാബല്യത്തിലാകും. അതായത് ജനുവരി 1-ഓടെ ഈ ഒരു നിയമം പൂർണ്ണമായും പ്രാബല്യത്തിലാകും. ഈ ഒരു മേഖലയിൽ നിരവധിയായിട്ടുള്ള പ്രവാസികൾ, മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. നിയമം പൂർണ്ണമായും പ്രാബല്യത്തിലാകുന്നതോടെ കൃത്യമായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയും. കൃത്യമായി ശമ്പളം ബാങ്കിലൂടെ ലഭ്യമാകും. അതോടൊപ്പം തന്നെ തൊഴിൽ കരാർ അവസാനിക്കുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ തൊഴിൽ അവസാനിപ്പിച്ചു പോകുന്ന ഘട്ടത്തിലോ സാമ്പത്തിക ഇടപാടുകൾ ഏറ്റവും വേഗത്തിലും കൃത്യതയോടെയും ഈ ഒരു നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ തൊഴിലുടമയുടെ അവകാശങ്ങളും ഇതിലൂടെ സംരക്ഷിക്കപ്പെടും. ഇതോടൊപ്പം തന്നെ വിവിധ മലയാളി ഡ്രൈവർമാരടക്കം നിരവധി പ്രവാസികളാണ് നിലവിൽ ഈ സൗദി ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്നത്. നിയമം പൂർണ്ണമായി നടപ്പാകുന്നതോടെ ഇത്തരം മലയാളികൾക്കും വലിയ രീതിയിൽ ഈ ഒരു നിയമം ഗുണം ചെയ്യും. ജീന, ശരി. മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്.